വിത്യൂസ് ബ്ലോഗിൽ ഒരു പുതിയ വീഡിയോ കിട്ടുന്ന സാധനം നമ്മൾ ഇന്ന് ഞാൻ നമ്മുടെ അഴീക്കയുടെ പാർട്ട് 2 ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് പാർട്ടെന്ന് പറയാനായിട്ട് കാരണം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്തത് അഴീക്കയിലെ ആർക്കും അധികം അറിയാത്ത ചില വെറൈറ്റി പ്ലേസുകളെ കണ്ടന്റ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണിത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എല്ലായിടത്തും ഇങ്ങനെ നടന്ന് കാണിച്ചൊരു വിഷ്വലായിരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ചെറിയൊരു വള്ളത്തിലൊക്കെ ഇങ്ങനെ തുഴഞ്ഞുഴഞ്ഞ് പോകുന്നൊരു ഷോട്ടാണ് നിങ്ങൾ കാണിച്ചത്. ഈ കാണുന്ന സ്ഥലമൊക്കെ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ ലിങ്ക് താഴെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും കയറി പെട്ടെന്ന് കാണുക. ഇപ്പോൾ ഗൈസ് നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചെന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ +1 ഞാനിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എഴുതാനായിട്ടും പഠിക്കാനായിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് നമ്മൾ സിനിമയിൽ കുറേയൊക്കെ കണ്ടിട്ടുള്ളത് ഈ ഒരു സംഭവം ഇങ്ങനെ വെള്ളത്തിലോട്ട് വെച്ച് കായലിലോട്ട് ഇങ്ങനെ താഴ്ത്തിയിട്ട് പൊക്കി എടുക്കുമ്പോൾ നിറയെ മീനൊക്കെ ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾക്കിത് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ പൊക്കുന്നത് കാണാനായിട്ട് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് പറ്റിയില്ല. പിന്നെ ഗായ്സ് വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആവുന്ന എന്താണെന്ന് വെച്ചാൽ ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭയങ്കര സംഭവം. സാധാരണ നമ്മൾക്കിങ്ങനെ ഓരോ കാര്യങ്ങളും മ്യൂസിക്കും എഫക്റ്റൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്തിടുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ്. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ലൊരു ഇത് തോന്നുമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. ഓഡിയോ ഒക്കെ കയറ്റി എടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയത്. പിന്നെ ഗായ്സ് ഈ സ്ഥലം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഈ സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫ്രെയിമിൽ വെച്ചിട്ട് കുറേ വള്ളങ്ങൾ നിർത്തിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആളുകൾ ജോലിക്ക് പോയിട്ട് ഇവിടെയൊക്കെ കൊണ്ടാണ് വള്ളം. ഇതേ ആ സ്ഥലം തന്നെ അവിടെയായിരുന്നു നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ മെയിനായിട്ടൊരു പ്ലേസ് ഇതായിരുന്നു കാണിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇത് മനസ്സിലാവും. ജോലിക്ക് പോയിട്ട് ആളുകൾ വള്ളം ഇവിടെ കൊണ്ടാണ് കെട്ടിയിടാറുള്ളത്. ഇതിൽ കൂടെയൊക്കെ വള്ളത്തിൽ പോയപ്പോഴാണ് ഇവിടുത്തേക്ക് ഒരു സുഖം മനസ്സിലായത്. നമ്മൾ സദ്യ നടന്നത് അങ്ങ് കാണുന്ന ആ പാലത്തിൽ നിന്നുകൊണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോ എടുത്തത്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വള്ളത്തിൽ നിന്ന് ഇറങ്ങി ഈ ഒരു വഴി കൂടെ ഇങ്ങനെ നടന്നു വരുവാണ്. ഈ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഒതളങ്ങാത്തുരുത്ത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ സീരീസിൻ്റെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ സംസാരിച്ച് പോകുന്നതും പിന്നെ അവർ ഇങ്ങനെ നടന്ന് ഓടുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഷോട്ട് ആ ഒരു ചാനലിനകത്തുള്ള വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ ദൂരെ നിന്ന് ഈ കണ്ടൽക്കാട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഷോട്ടാണ് ഈ നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടൽക്കാടുകളെ കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തുന്ന ഒരു സ്ഥലം കൂടെയാണ്. പിന്നെ ഞങ്ങൾ ചോദിച്ചു സ്ഥലത്തെ പറ്റി ഒരുപാട് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇവിടുത്തെ നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടെയൊക്കെ വന്ന് കണ്ടൽക്കാടുകളെ പറ്റിയിട്ട് റിസർച്ചൊക്കെ നടത്തുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. എന്താ കൂടുതൽ അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. സത്യം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെപ്പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇങ്ങനെ 2-3 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഇതിനെപ്പറ്റി കുറച്ച് ആൾക്കാർ റിസർച്ച് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഗൈസ് നിങ്ങളെ വേറൊരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ സെക്കൻഡ് പാർട്ടിൽ മെയിനായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്. എന്തെന്ന് വെച്ചാൽ അതോ അങ്ങ് കാണുന്നതാ ഈ പാലമില്ലേ, ഈ പാലം ഞങ്ങൾ വന്നതിൽ വെച്ചാൽ ഞങ്ങൾ വന്നിട്ട് ഇവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ ഞങ്ങൾക്ക് വന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇത്. സെക്കൻഡ് പാർട്ടിൽ തന്നെ ഇത് അപ്ലോഡ് ഉൾപ്പെടുത്തണമെന്നൊരു മെയിൻ ഒരു ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു.
ഞങ്ങളിങ്ങനെ ആ പാലത്തിൻ്റെ ഇടയ്ക്കൂടുള്ളൊരു വഴി കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ പേടിയുണ്ടായിരുന്നു ഈ വഴി കൂടെ വരുമ്പോൾ. നേരത്തെ പറഞ്ഞ പോലെ പാമ്പ് പട്ടിയോ എല്ലാം കാണുന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ വന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഏതെങ്കിലും അഗാധ മന്ദിരത്തിൻ്റെ വല്ല ഇതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കയറിയപ്പോഴാണ് മനസ്സിലായത് മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച ആ പാലത്തിലേക്കുള്ള ആ ഒരു സ്റ്റെപ്പാണെന്ന്. ഞങ്ങളങ്ങനെ പയ്യനെ കയറിയപ്പോൾ നല്ല രസമായിരുന്നു. വൈകുന്നേരം അടുപ്പിച്ച് ആ ഒരു സമയമായപ്പോഴത്തേക്കാണ് ഞങ്ങൾ ചെന്നത്. അതുകൊണ്ട് മറ്റേ സണ്ണൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ മീനൊക്കെ കൊണ്ടുവന്ന് നോക്കി ഫുഡ് കൊടുക്കാനായിട്ട്. പക്ഷെ മീനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു മഹത്വം എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഹെഡ്സെറ്റ് എന്ന് വെച്ച് യൂസ് ചെയ്തൊന്ന് കേൾക്കാൻ നോക്കുക. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. സത്യമായി വീഡിയോ കൂടെ കാണുമ്പോൾ അത്രയും തോന്നുന്നില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. ഈ ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് നിങ്ങൾ മെയിനായിട്ട് കാണിക്കാനുണ്ടായിരുന്നത്. ഇത് കണ്ട നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. ഇത് അങ്ങൊന്നും വരുന്നൊരു വള്ളം നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വന്നത് സ്ഥലങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഈ ഒരു പാലം എന്ന് പറയുന്നത്. ഞങ്ങൾ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു പോയത്. എന്തായാലും നല്ല രസമാണ് ഈ സ്ഥലം കാണാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ വള്ളം ഇങ്ങ് അടുത്തെത്തി. ഞങ്ങൾ ഇരുന്നിരുന്ന് ടൈം പോയത് അറിഞ്ഞില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു സമയം പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.